ചില സമയത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നവർ ചെയ്ത്താൻ പിടിക്കുമെന്ന് എന്താ ചെയ്യുക. ഇതിങ്ങനെ കറങ്ങുക എന്നല്ലാണ്ട് ഡൗൺലോഡ് ആകുകയില്ല. ഡൗൺലോഡ് പെൻഡിങ് എന്ന് ഇങ്ങനെ എഴുതി കാണിക്കും. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതാണ് നോക്കുന്നത്. പലർക്കും പല സമയത്തും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആകെടുക്കൽ. എങ്ങനെ അത് പരിഹരിക്കുക? അതിന് 1-2 സെറ്റിങ്സ് ഒന്ന് മാറ്റിയാൽ മതി. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ആപ്പ് ഇൻഫോൻ്റെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഫോണിൽ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇൻഫോ പേജിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മാനേജർ പോയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താലും ഈ ആപ്പ് ഇൻഫോ പേജ് കിട്ടും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക. ആദ്യം ഫോഴ്സ് സ്റ്റോപ്പ് എന്നുണ്ടാവും, ചില ഫോണിൽ മേലെ ഉണ്ടാവും, ചില ഫോണിൽ താഴെ ഉണ്ടാവും. ഈ ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്തിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോറേജ് ക്യാപ്ചർ എടുത്തിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യുക. ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ക്ലിയർ ചെയ്യുക. അപ്പം പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്ത് ഇനി ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മേലെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ ഭാഗത്ത് ഒരു സെറ്റിങ്സ് ഉണ്ടാവും. ഈ സെറ്റിങ്സ് ഒന്നെടുക്കുക. ഇതുണ്ട്, അവിടെ ഒരു ചുവന്ന നിറം വന്ന് എന്നോട് ഫോൺ നിലത്തങ്ങ് വീണുപോയി. ഇടക്കിടക്ക് നിലത്ത് വീഴുന്നുണ്ട്, അവിടെ ഇവിടെ ഒക്കെ പൊട്ടുണ്ട്. ഏത് ഫോണായാലും കയ്യിൽ നിന്ന് ഇടക്കാൻ വീണു പോകും. അതടക്കട്ടെ, ഫോൺ പൊട്ടിയല്ലാതെ ഇപ്പം പ്രശ്നം. അപ്പം പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ മേലെ ജനറൽ ഉണ്ടാവും. ആ ജനറൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ജനറൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഹിസ്റ്ററി ആണ്. ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഇത് ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ഹിസ്റ്ററി കൊടുക്കുക. അപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ നമ്മളെ സെർച്ച് ഹിസ്റ്ററി, അതായത് പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയാണ് നമ്മളിപ്പം ക്ലിയർ ചെയ്ത്. ആരോ ചോദിക്കുന്നിടത്തേക്ക് പ്ലേ സ്റ്റോറിലെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് ക്ലിയർ ചെയ്യാമെന്ന്, ഇങ്ങനെയാണ് കേട്ടോ അത് ക്ലിയർ ചെയ്യുക. അതവിടെ ക്ലിയർ ചെയ്ത് ഇനി എന്ത് ചെയ്യുക? ഒരു സ്റ്റെപ്പ് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് അക്കൗണ്ട് പ്രിഫറൻസ് നോട്ടിഫിക്കേഷനിലെ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓവർ എനി നെറ്റ്വർക്ക് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് ഓക്കെ കൊടുക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന നേരം ഡൗൺലോഡ് പെൻഡിങ് എന്നുള്ള ആ പ്രശ്നം വരികയില്ല, ഡൗൺലോഡ് ആയിക്കോളും. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ കറക്കം തന്നെ ഡൗൺലോഡ് പെൻഡിങ് ഇങ്ങനെ എഴുതി കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്യുക. സ്റ്റോറേജ് കുറവാണെങ്കിലും, അതായത് നമ്മളെ ഡിവൈസ് സ്റ്റോറേജ് ഫുള്ളാണെങ്കിലും നമുക്ക് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന നേരം ഒന്നെങ്കിൽ കറക്കം തന്നെ കാണിക്കും, അല്ലെങ്കിൽ ഡൗൺലോഡ് പെൻഡിങ് എന്ന് കാണിക്കും. സംഭവം തിരിഞ്ഞിക്കുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആകുന്നില്ല എന്ന് പറയണ്ട, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ട്. നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് അങ്ങോട്ടേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.